വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രീരഞ്ജിനി സത്യഭാമയോട് പറയുന്നുണ്ട്, എനിക്ക് ആരോട് അനുഭവമുണ്ട് എന്നൊന്നും നിങ്ങൾ ആദ്യമേ തിരകേണ്ട ആവശ്യമില്ല. രോഹിത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞ് കേസ് ആദ്യമായിട്ട് പെറ്റീഷൻ തന്നത് നിങ്ങളുടെ മകൻ വിഷ്ണുവാണ്. അന്ന് മകനും മരുമകളും ഒക്കെ ആയിട്ട് നിങ്ങൾ വലിയ ലോഹ്യത്തിലായിരുന്നു. പിന്നീട് അവരുമായിട്ട് തെറ്റി പിരിഞ്ഞതെന്നും ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സുസ്മിത അന്ന് നിഷാദിന് കൊടുത്ത മൊഴിയിൽ എന്തോ ഒരു വ്യത്യാസങ്ങൾ കണ്ടു, അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം, അതാണ് മെയിൻ ഉദ്ദേശം. ആ കേസൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് ശ്രീരഞ്ജിനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോളിൽ സുസ്മിത എത്തുന്നുണ്ട്. അങ്ങനെ ഇവരോ എന്ന് പറഞ്ഞിട്ട് സുസ്മിതയെ മുന്നേ ഈ ശ്രീരഞ്ജിനി പിടിച്ചുകൊണ്ടുപോയ സംഭവം ഓർമ്മിക്കുന്നുണ്ട്. അന്ന് പ്രീതിയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പായസത്തിൽ പ്രോട്ടീനിലെ വിഷം കലക്കിയത് അന്ന് സുസ്മിതയെ പിടിച്ചുകൊണ്ടുപോയ സംഭവമൊക്കെ ഓർമ്മിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവരാണോ എങ്കിൽ പുതിയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇവരാണെങ്കിൽ മുടി നാരിഴ കീറി ഇവർ സത്യം പുറത്തു കൊണ്ടുവരും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പിൻവാതിലൂടെ ഓടി രക്ഷപ്പെട്ടാലോ? അങ്ങ് എവിടേക്കെങ്കിലും പോയി മുംബൈയിലെ അമ്മയുടെ അടുത്തേക്ക് പോയാലോ എന്നൊക്കെ ഞാൻ പെട്ടല്ലോ, ഇതിൽ നിന്ന് എങ്ങനെ ഊരും എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പൊന്നി ഇങ്ങനെ അടിമുടി നോക്കുകയാണ് സുസ്മിതയെ. എന്നിട്ട് പറയുന്നുണ്ട്, നീ താഴേക്ക് ഇറങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഈ സ്റ്റെപ്പിൽ നിന്ന് തള്ളി താഴെ ഇടുമെന്ന് പറയുകയാണ്. തുടർന്ന് ശ്രീരഞ്ജനി താഴെ സംസാരിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായൊരു കാര്യം, കേസിൽ വഴിത്തിരിവായ വേറൊരു തെളിവ് കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ സുസ്മിതയെ കാണുകയാണ്. അന്നേരം എന്താ സുസ്മിത അവിടെ തന്നെ നിൽക്കുന്നത്, താഴോട്ടിറങ്ങി വാന്ന് പറയുകയാണ്. തുടർന്ന് സുസ്മിതയും പൊന്നിയും കൂടി താഴോട്ട് വരികയാണ്. തുടർന്ന് സുസ്മിതയുടെ ആയിട്ട് തന്നെ പിന്നെ ശ്രീരഞ്ജിനി പറയുന്നുണ്ട്, പഞ്ചകൈലാസത്തിലെ സൂയിസൈഡ് പോയിന്റിലെ CCTV ക്യാമറയുടെ രണ്ടാമത്തെ ഫൂട്ടേജ് കിട്ടിയിട്ടുണ്ട്. ആരും അന്ന് അതത്ര തെളിവായിട്ട് കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. പക്ഷേ ഈ കേസിൽ ഇന്ന് ഇതിപ്പോൾ നിർണായക തെളിവുകളായിട്ട് കണക്കാക്കിയിരിക്കുകയാണ്. ആർക്കും കാണാൻ പറ്റാത്ത തെളിവുകൾ ദൈവത്തിൻ്റെ കണ്ണെന്ന പോലെ അവിടെ CCTV ക്യാമറയായിട്ട് തുറന്നു വച്ചിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സുസ്മിത ആണെങ്കിൽ അങ്ങ് ആകെ വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ്. അന്നേരം എന്താ സുസ്മിതയെ പനിയാണോ എന്ന് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് ഇങ്ങനെ പറയുമ്പോൾ അല്ല വിയർത്ത് നിൽക്കുന്നല്ലോ എന്ന് ശ്രീരഞ്ജിനി പറയുകയാണ്. അന്നേരം പനി വിട്ടതാണെന്ന് തോന്നുന്നു എന്ന് സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് എങ്കിൽ ഇപ്പോൾ ഓക്കെ അല്ലേ, എങ്കിൽ നമുക്ക് തുടങ്ങാമെന്ന് പറയുകയാണ്. അപ്പം സുസ്മിത അങ്ങ് സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ഭൂമി പിളർന്ന് നേരെ അങ്ങ് പാതാളത്തിലേക്ക് പോകുന്നത് പോലെയാണല്ലോ. ഒന്നുകിൽ ഫാമാൻറ്റിയുടെ തോക്കിലെ ബുള്ളറ്റ്, അല്ലെങ്കിൽ ഫാമാൻറ്റിയുടെ മുന്നിൽ വെച്ച് ഇവരെന്നെ തൂക്കിയിട്ടുകൊണ്ട് പോവും, അവിടെ കൊലക്കയറി കിട്ടും, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നും പറഞ്ഞ് സുസ്മിത എങ്ങ് ആലോചിച്ച് നിൽക്കുകയാണ്. അന്നേരം എല്ലാവരും ആ പെൻഡ്രൈവിലാണ്, ഇങ്ങനെ പെൻഡ്രൈവ് കാണിച്ചിട്ടാണ് ശ്രീരഞ്ജിനി കാര്യങ്ങളൊക്കെ പറയുന്നത്. അന്നേരം നമുക്ക് അത് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വനിതാ കോൺസ്റ്റബിളിനോട് പറയുകയാണ്. തുടർന്ന് ലാപ്പിലേക്ക് ആ പെൻഡ്രൈവിലെ വിഷ്വൽസ് അവർ കാണാൻ തുടങ്ങുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ ആകെ പേടിച്ചങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം എന്താ സുസ്മിത വെള്ളം വേണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീരഞ്ജിനി ചോദിക്കുന്നുണ്ട്. അന്നേരം വേണ്ടാന്ന് പറയുമ്പോൾ പനിയുടെ അവശത കൊണ്ട് ചോദിച്ചതാണ് എന്നിങ്ങനെ ശ്രീരഞ്ജിനി പരിഹസിച്ച് തന്നെ പറയുകയാണ്. അന്നേരം വേണ്ട, എനിക്കൊന്ന് ഇരുന്നാൽ കൊള്ളാമെന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. എങ്കിൽ ഇരുന്നോന്ന് ശ്രീരഞ്ജിനി പറയുമ്പോൾ സത്യഭാമയുടെ അടുത്തേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ഇപ്പുറത്ത് അർജുൻ ഇരിക്കുകയാണ്. അർജുൻ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അതിൽ സുസ്മിത എങ്ങ് പേടിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായരുടെ വീൽ ചെയറിൻ്റെ ഇപ്പുറത്തെ സെറ്റിയിലേക്ക് സുസ്മിത ഇരിക്കുകയാണ്. പക്ഷെ ആകെ പേടിച്ച് അരണ്ട് തന്നെയാണ് സുസ്മിത ഇരിക്കുന്നത്. പക്ഷെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുകയാണ് രാഘവൻ നായരും അർജുനും വിഷ്ണുവും ശാലിനിയും ഒക്കെ. തുടർന്ന് ആ ലാപ്പിൽ ആ ദൃശ്യങ്ങൾ ഓണാവുകയാണ്. അതിൽ കാണിക്കുന്നത് രോഹിത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ട ശേഷം, രോഹിത്തിനെ കാണിക്കുന്നില്ല, അതിനുശേഷം പ്രീതി കണ്ടിട്ട് വിഷ്ണുവിനോടൊക്കെ പറയാനായിട്ട് ഓടുമല്ലോ. അങ്ങനെ പ്രീതി ഓടുമ്പോൾ സുസ്മിത പിറകെ പ്രീതിയെ ഓടിക്കുന്ന ദൃശ്യം തൊട്ടാണ് തുടങ്ങുന്നത്. അതിനുശേഷം പ്രീതി ഇങ്ങനെ ഓടി കല്ലിൽ തട്ടി വീഴുന്നു. കല്ലിൽ തട്ടി വീഴുമ്പോൾ ആ സത്യഭാമയുടെ അർജുൻ്റെയും രാഘവൻ നായരുടെ ഒക്കെ മനസ്സങ്ങ് പിടയുകയാണ്. പെട്ടെന്ന് അവർ കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം സുസ്മിത ഓടി അടുത്തേക്ക് ചെന്ന ശേഷം പ്രീതിയെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തുകയാണ്. അന്നേരം സുസ്മിത അങ്ങ് അന്തം വിട്ടിരിക്കുകയാണ്, ഇനി എന്ത് സംഭവിക്കുമെന്ന്. പക്ഷെ അതോടുകൂടി ആ കണക്ഷൻ അവിടെ കട്ടാവുകയാണ്. അത്രയേ ഉള്ളൂ ആ ദൃശ്യങ്ങൾ. അന്നേരം സുസ്മിത അങ്ങ് ആശ്വസിക്കുകയാണ്, ഈശ്വര ഇത്രയേ ഉള്ളൂ, അവളെ ഞാൻ തല കല്ലിലേക്ക് ഇടിക്കുന്നതൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ ഞാൻ ഇത്ര പേടിച്ചത്, ഇത്രയല്ലേ ഉള്ളൂ, ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും, ഇനി പേടിക്കാനൊന്നുമില്ല എന്നും പറഞ്ഞ് വളരെ കൂളായിട്ട് സുസ്മിത അങ്ങ് ഇരിക്കുകയാണ്. തുടർന്ന് സത്യഭാമ ശ്രീരഞ്ജിനോട് പറയുന്നുണ്ട്, എൻ്റെ മകൾ അവസാനമായിട്ട് ഓടിയതും ഓടി നടന്നതും മുഖപേശികൾ ചലിപ്പിച്ചതും ഒക്കെയുള്ള ദൃശ്യങ്ങൾ
കാണിച്ചു തന്നതിന് നന്ദിയുണ്ട് മാഡം എന്ന് പറയുകയാണ്. അന്നേരം എല്ലാവർക്കും അതൊരു വിഷമമാവുകയാണ്, വിഷ്ണുവിനും ശാലിനിക്കുമൊക്കെ. സത്യഭാമ അങ്ങ് കരയുന്നുണ്ട്, അർജുനും ഒക്കെ കണ്ണീരൊക്കെ തുടയ്ക്കുകയാണ്. തുടർന്ന് ഭാമ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ പറഞ്ഞല്ലോ ഇതിലെന്തോ സുപ്രധാനമായ തെളിവുണ്ടെന്ന്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുകയാണ്. അന്നേരം അത് ശരിവെക്കുകയാണ് സുസ്മിതയും. അതെ ആൻറ്റി, പ്രീതി അബദ്ധത്തിൽ കാലിടിച്ച് കല്ലിലേക്ക് ഇടിച്ച് വീണതും പിന്നെ രോഹിത് കൊക്കയിലേക്ക് വീണതുമായിട്ട് എന്താ ബന്ധം എന്നിങ്ങനെ സുസ്മിതയും ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ താൻ രക്ഷപ്പെടും എന്നുള്ള ഉദ്ദേശത്തിലാണ് സുസ്മിത ചോദിക്കുന്നത്. അന്നേരം ശ്രീരഞ്ജിനി പറയുകയാണ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വിഷ്വൽസ് ഒന്നുകൂടി കാണിക്കാനായിട്ട് ആ കോൺസ്റ്റബിളിനോട് പറയുകയാണ്. തുടർന്ന് ആ വിഷ്വലല്ല, വേറൊരു വിഷ്വലാണ് കാണിക്കുന്നത്. പ്രീതി ഇങ്ങനെ നേരത്തെ അന്ന് ഫോണിന് റേഞ്ച് തപ്പി ഇങ്ങനെ പോയല്ലോ, അങ്ങനെ പ്രീതി ഇങ്ങനെ ഫോണും കൊണ്ട് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. തുടർന്ന് ശ്രീരഞ്ജിനി പറയുന്നുണ്ട് ഇത് പഞ്ചകൈലാസത്തിലെ രണ്ടാമത്തെ വേറൊരു ക്യാമറയാണ്. ആദ്യം സ്ഥാപിച്ചിരുന്ന ക്യാമറ ആ സൂയിസൈഡ് പോയിന്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്ഥാപിച്ചിരുന്നത്. പക്ഷേ ഈ ക്യാമറ സ്ഥാപിച്ചിരുന്നത് അതിൻ്റെ നാട്ടുകാർക്ക് കാണത്തക്ക രീതിയിലായിട്ടാണ്, ചെകുത്താൻ പാറയുടെ അടുത്തായിട്ടാണ് അത് സ്ഥാപിച്ചിരുന്നത്. അതായത് പ്രീതി ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ആ സൂയിസൈഡ് പോയിന്റിൽ നിൽക്കുന്ന കാഴ്ചകൾ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ രോഹിത്തിന് അവിടെ അപകടം സംഭവിക്കുമ്പോൾ പ്രീതിയും അവിടെ ഉണ്ടായിരുന്നു. സുസ്മിത പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ കാല് തെറ്റി താഴെ വീണു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ കൂടെയുള്ളവരെ വിവരം അറിയിക്കാനല്ലേ ആദ്യം നോക്കുക. പക്ഷേ സുസ്മിത അത് ചെയ്തില്ല. സുസ്മിത ആ പ്രീതി നിൽക്കുന്ന സ്ഥലത്തേക്കാണ് തിരിഞ്ഞു ഓടിയത്. ആ ക്യാമറയിലൂടെയാണ് രണ്ടാമത് സുസ്മിതയെ കാണിക്കുന്നത്. സുസ്മിത എന്തിന് ആ വഴിക്ക് പ്രീതിയുടെ അടുത്തേക്ക് എന്തിനു ഓടി എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് സൈഡിലേക്ക് എന്തിനു ഓടി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ്, ശരിയാണല്ലോ, ഞാനപ്പോൾ അവളെ ഓട്ടിക്കാൻ അവൾ കണ്ടു എന്നുള്ളത് കൊണ്ട് അവളെ എങ്ങനെ അപകടപ്പെടുത്താനായിട്ട് അവളുടെ അടുത്തേക്കുമാണ് ഓടിയത്, അത് മണ്ടത്തരമായി പോയല്ലോ എന്ന് സുസ്മിത അവിടെ നിന്ന് ചിന്തിക്കുകയാണ്. തുടർന്ന് മാഡം എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അർജുൻ ചോദിക്കുകയാണ്. അന്നേരം ശ്രീരഞ്ജിനി പറയുകയായിരുന്നു, എൻ്റെ വക്കീലിൻ്റെ ബുദ്ധിക്ക് ഇതൊക്കെ വഴങ്ങുമല്ലോ, അപ്പോൾ പ്രീതി സംഭവം കണ്ടു കാണും, അപ്പോൾ ഷീസ് ആൻ ഐ വിറ്റ്നസ് എന്ന് പറയുമ്പോഴും എല്ലാവരും അങ്ങ് അന്തം വിട്ട് നോക്കിയാണ്. അന്നേരം വിഷ്ണുവിനോട് ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടാ നമ്മൾ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ്, പ്രീതിയുടെ റൂമിലെ കർട്ടന് എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഭാമയെ ചോദിക്കുമ്പോൾ സത്യഭാമയും അങ്ങ് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ശ്രീരഞ്ജിനി ഉറപ്പിച്ച് തന്നെ പറയുകയാണ്, രോഹിത് കൊക്കയിൽ നിന്നും താഴേക്ക് വീഴുമ്പോൾ പ്രീതി അവിടെ കണ്ടിരുന്നു. അപ്പോൾ പക്ഷെ പ്രീതി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സുസ്മിത നിഷാദിൻ്റെ മൊഴിയിലോ എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് വിട്ടുപോയതാണോ എന്നറിയില്ല. നിങ്ങളോട് ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് വിഷ്ണുവിനോട് ശാലിനിയോടുമൊക്കെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ആ സംഭവം ഓർമ്മിക്കുന്നുണ്ട്. അവരെ പ്രീതിയെ സൂയിസൈഡ് പഞ്ചകൈലാസത്തിലേക്ക് അവർ ഓടി വരുമ്പോൾ സുസ്മിതയുടെ മടിയിൽ തലവെച്ച് പ്രീതി കിടക്കുകയാണല്ലോ. അന്നേരം സുസ്മിത പറഞ്ഞ കാര്യം ഓർമ്മിക്കുന്നുണ്ട്. രോഹിത സൂയിസൈഡ് പോയിന്റിലെ കൊക്കയിൽ നിന്നും താഴേക്ക് വീണു, അത് നിങ്ങളെ അറിയിക്കാനായിട്ട് ഞാൻ വരുമ്പോഴാണ് പ്രീതി ഇവിടെ തലയിടിച്ച് വീണ് കിടക്കുന്നത് കണ്ടതെന്ന്, അങ്ങനെയാണ് സുസ്മിത അന്ന് പറഞ്ഞത്. അന്നേരം ഇല്ല മാഡം, ഞങ്ങളോട് പറഞ്ഞില്ല, ഞങ്ങളെ അറിയിക്കാനായിട്ട് വരുമ്പോൾ പ്രീതി ഇവിടെ കിടക്കുന്നതായിട്ട് കണ്ടു എന്നാണ് സുസ്മിത പറഞ്ഞതെന്ന് വിഷ്ണുവും തറപ്പിച്ച് പറയുകയാണ്. അന്നേരം ആകെ പെട്ടിരിക്കുകയാണ് സുസ്മിത ഇവിടെ. പക്ഷേ ഈ വിഷ്വൽസിൽ പ്രീതിയെ സുസ്മിത ഇട്ട് ഓടിക്കുന്നതായിട്ടാണല്ലോ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അവരോട് പറഞ്ഞത് തലയിടിച്ച് പ്രീതി വീണു, അത് കണ്ടു എന്നൊക്കെയാണ് സുസ്മിത പറഞ്ഞത്. തുടർന്ന് അർജുനും സമ്മതിക്കുന്നുണ്ട്, അങ്ങനെയാണ് ഞങ്ങളോട് സുസ്മിത പറഞ്ഞത്, പ്രീതിയോടെ ഉണ്ടായിരുന്നു എന്ന് സുസ്മിത പറഞ്ഞില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ശ്രീരഞ്ജിനി പറയുകയാണ്, ഇനി വിട്ടുപോയ ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുസ്മിതയ്ക്ക് പൂരിപ്പിക്കാമെന്ന് സുസ്മിതയോട് പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിത പറയുകയാണ്, രോഹിത് വീഴുന്നത് പ്രീതി കണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, ആ ഷോക്കിൽ ഞാൻ നിലവിളിച്ച് ചുറ്റും നോക്കിയപ്പോൾ പ്രീതിയെ കണ്ടു, അങ്ങനെയാണ് ഞാൻ പ്രീതിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നത് എന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. എന്നിട്ട് സുസ്മിത മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ ഭാഗം ക്ലിയറായി, ഇനി എന്തായാലും കോമയിൽ കിടക്കുന്ന പ്രീതി എഴുന്നേറ്റു എന്ന് പറയില്ലല്ലോ, ഞാനാണ് രോഹിത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടതെന്ന്, രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് ഇങ്ങനെ ആശ്വസിച്ച് സുസ്മിത ഇരിക്കുകയാണ്. അന്നേരം ശ്രീരഞ്ജിനി പറയുകയാണ്, പ്രീതി എന്തായാലും കണ്ടിട്ടുണ്ടാകണം, അതായിരിക്കും അതിൻ്റെ ഒരു വശം, പക്ഷേ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവരെ അറിയിക്കാനായിട്ട് ഓടി വരുന്നതാണല്ലോ ഇതിലുള്ള ദൃശ്യങ്ങളെന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് സുസ്മിത സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് നിങ്ങൾ എന്തോ സംസാരിക്കുകയോ തർക്കിക്കുകയോ ചെയ്യുന്നുണ്ടല്ലോ, അതെന്താണെന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ തപ്പുകയാണ്. ഭാമയും പിന്നെ അർജുനും രാഘവൻ നായരും വിഷ്ണു ശാലിനിയും ഒക്കെ സുസ്മിതയെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അന്നേരം സുസ്മിത അങ്ങ് തപ്പുമ്പോൾ ശ്രീരഞ്ജിനിക്ക് ദേഷ്യം വരികയാണ്. പറയണം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ശ്രീരഞ്ജിനി ചാടിയങ്ങ് എഴുന്നേൽക്കുകയാണ്. പക്ഷെ ആ ഒരു പേടിയിൽ, ആ ഒരു ഭാവമാറ്റത്തിൽ സുസ്മിതയും പേടിച്ചങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്.
തുടർന്ന് പെട്ടെന്ന് സുസ്മിത അങ്ങ് പറയുകയാണ്, പെട്ടെന്ന് പോ പ്രീതി, വിഷ്ണുട്ടനെയും മറ്റും വിവരം അറിയിക്കാം, പെട്ടെന്ന് പോ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ നുണ പറയരുത് എന്നിങ്ങനെ പെട്ടെന്ന് ശ്രീരഞ്ജിനി പറയുമ്പോൾ ഒരു നിമിഷം സുസ്മിതയും ഭയക്കുന്നുണ്ട്. എന്നിട്ട് അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, എനിക്ക് ലിപ് റീഡിങ് അറിയാം സുസ്മിതയെ, നിങ്ങൾ അവിടെ പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറയട്ടെ, നിൽക്ക് പ്രീതി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്നല്ലേ സുസ്മിത പറയുന്നത്. അന്നേരം തിരിഞ്ഞു നോക്കിയിട്ട് പ്രീതി പറയുന്നുണ്ട് പോടിയെന്ന്. അതല്ലേ അവിടെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ സുസ്മിത എങ്ങ് ആകെ അന്തം വിട്ടിരിക്കുകയാണ്. അന്നേരം ആ വിഷ്വൽസ് ഒന്നുകൂടി എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. സുസ്മിത നിൽക്കാൻ തന്നെയാണ് പ്രീതിയോട് പറയുന്നത്. പക്ഷെ പ്രീതിയെ സമ്മതിക്കില്ല. പോടി, ഞാൻ എല്ലാവരോടും പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രീതി അവിടെ ഓടുന്നത്. തുടർന്ന് ശ്രീരഞ്ജിനിയുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ സുസ്മിത നിൽക്കുമ്പോൾ വീണ്ടും ശ്രീരഞ്ജിനി പറയുകയാണ്, രോഹിത് സുസ്മിതയുടെ ഭർത്താവാണ്. അപ്പോൾ രോഹിത് കൊക്കയിലേക്ക് വീഴുമ്പോൾ ആദ്യം സങ്കടവും ഒക്കെ ഉണ്ടാകേണ്ടത് സുസ്മിതയുടെ മുഖത്താണ്. സുസ്മിതയാണ് ആദ്യം ഓടേണ്ടതും മറ്റുള്ളവരുടെ അടുത്ത് വിവരം അറിയിക്കുകയും ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ സുസ്മിത പിറകെയാണ് ഓടുന്നത്. ആ ഒരു വിഷമമോ ദുഃഖമോ ഒന്നും സുസ്മിതയുടെ മുഖത്തില്ല. പക്ഷെ ഒരു വെപ്രാളവും എന്തോ മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു വെമ്പലും ഒക്കെ പ്രീതിയുടെ മുഖത്തുണ്ട്. ഇതൊക്കെയല്ലേ അവിടെ നടന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതെന്താണ് പറയുന്നത്? സത്യഭാമയും ഒരു നിമിഷം അവിടെ സുസ്മിതയെ അവിശ്വസിച്ച് സുസ്മിതയെ സംശയത്തോടു കൂടി തന്നെയാണ് നോക്കി നിൽക്കുന്നത്. തുടർന്ന് എവിടെന്നോ പെട്ടെന്നൊരു ധൈര്യം കൈവരിച്ച് സുസ്മിത പറയുകയാണ്, സ്റ്റോപ്പ് ഇറ്റ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്? ഞാൻ രോഹിത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടെന്നോ? അത് പ്രീതി കണ്ടിട്ട് പ്രീതി മറ്റുള്ളവരെ അറിയിക്കാനായിട്ടാണ് പോകുന്നത്, അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ആ സത്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് സംഭവം തിരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ ഒരു കുലുക്കവും ഇല്ലാതെ ശ്രീരഞ്ജിനി പറയുകയാണ്, അതുമാത്രമല്ല, പ്രീതി ഇപ്പോൾ കോമ സ്റ്റേജിലേക്ക് എത്തിയല്ലോ, അതിൻ്റെ അന്വേഷണവുമുണ്ട്, അതും സംശയിക്കേണ്ടിയിരിക്കുന്നു, നിന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യഭാമയൊക്കെ അന്തം വിട്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ചോദ്യത്തിൽ സുസ്മിതയും ഒന്ന് പകച്ചു പോകുന്നുണ്ട്. പക്ഷേ സുസ്മിത വീണ്ടും അങ്ങ് പറയുകയാണ്, ഭർത്താവ് നഷ്ടപ്പെട്ട് ഉമിത്തിയിൽ കഴിയുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എൻ്റെ സങ്കടങ്ങൾ കാണാതെ എൻ്റെ രോഹിത്തിനെ കണ്ടെത്തി തരേണ്ടതിന് പകരം എന്നെ പ്രതിയാക്കാൻ നോക്കുന്നോ? നിങ്ങളുടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാനായിട്ട് എനിക്ക് പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, സുസ്മിത ഈ കേസുമായിട്ട് സഹകരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ സഹകരിക്കില്ല, എനിക്കിതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഷുവർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ ഷുവറാണ് എന്നിങ്ങനെ സുസ്മിതയും പറയുകയാണ്. പക്ഷെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെയാണ് സുസ്മിത ധൈര്യം കൈവരിച്ച് പറയുന്നത്. പക്ഷെ അവിടെ സുസ്മിത രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. തുടർന്ന് ശ്രീരഞ്ജിനി പറയുകയാണ്, സുസ്മിതയെ കേസ് അന്വേഷണവുമായിട്ട് സഹകരിക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് മറ്റ് വഴികൾ നോക്കേണ്ടി വരും. സുസ്മിത പറയുന്നത് ശരിയാണെന്ന് സുസ്മിത ഉറച്ചു നിൽക്കുന്നു, ഞാൻ പറയുന്നത് കള്ളമാണെന്നും. ആം ഐ റൈറ്റ് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നിങ്ങനെ ധൈര്യത്തോടു കൂടി സുസ്മിത പറയുകയാണ്. അന്നേരം ശ്രീരഞ്ജിനി പറയുകയാണ്, എങ്കിൽ പിന്നെ സുസ്മിത പറയുന്നത് ശരിയാണെന്ന് മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടണ്ടേ അല്ലേ സത്യാമ്മ എന്നിങ്ങനെ സത്യഭാമയോട് ചോദിക്കുമ്പോൾ അതെ ബോധ്യപ്പെടണം എന്നിങ്ങനെ ഉറച്ച് സത്യഭാമ പറയുമ്പോൾ സുസ്മിത അങ്ങ് വായും തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഭാമാൻ്റെയും തന്നെ സംശയിക്കുന്നു എന്ന് സുസ്മിതയ്ക്ക് അവിടെ മനസ്സിലാവുകയാണ്. തുടർന്ന് ശ്രീരഞ്ജിനി പറയുകയാണ്, എങ്കിൽ നമുക്ക് നാർക്കോ അനാലിസിസ് ടെസ്റ്റിലേക്ക് നീങ്ങാമെന്ന്. അതായത് നുണ പരിശോധന ടെസ്റ്റാണ് അവിടെ പറയുന്നത്. ആ നാർക്കോ അനാലിസിസ് ടെസ്റ്റിൽ ആർക്കും അവിടെ നുണ പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സുസ്മിതയ്ക്ക് അവിടെ കള്ളം പറയാനും കഴിയില്ല. എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അവിടെ മുന്നോട്ട് വരും. അപ്പോൾ ഈ കേസ് സുസ്മിത പറയുന്നത് ശരിയാണെന്ന് അവിടെ തെളിയുകയാണെങ്കിൽ ഈ കേസ് അന്വേഷണം മാത്രമല്ല, എൻ്റെ ജോലി തന്നെ ഞാൻ രാജിവെക്കും എന്നിങ്ങനെ ശ്രീരഞ്ജിനി പറയുകയാണ്. തുടർന്ന് ഈ വെല്ലുവിളി ഏറ്റെടുക്കാനായിട്ട് സുസ്മിത നീ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആകെ അങ്ങ് വിയർത്ത് കുളിച്ച് അന്തം വിട്ട് സുസ്മിത ഇരിക്കുകയാണ്. നുണ പരിശോധന എന്ന് കേട്ടപ്പോൾ തന്നെ സുസ്മിതയുടെ പാതി ജീവൻ പോയി. അങ്ങനെ അത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. അങ്ങനെ സുസ്മിത വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ ഇനി അടുത്തത് നുണ പരിശോധന ടെസ്റ്റ് തന്നെയാണ്. ഇനി സുസ്മിതയ്ക്ക് രക്ഷപ്പെടാനാവില്ല. പക്ഷെ അവിടെയും സുസ്മിത ചെറിയൊരു അടവ് പ്രയോഗിക്കും. പക്ഷെ അത് വിഷ്ണു ശാലിനിയും കൂടി കൈയോടെ പൊക്കും. സത്യഭാമ അവിടെ വെച്ച് തന്നെ സുസ്മിതയുടെ കള്ളത്തരം മുഴുവൻ കണ്ടുപിടിക്കുകയും ചെയ്യും. ഇനി കോടതി മുറിയിലേക്കൊക്കെ തന്നെയാണ് സുസ്മിതയുടെ ജീവിതം പോകാൻ പോകുന്നത്. ഭാമ അവിടെ കണ്ടുപിടിക്കും സുസ്മിത തന്നോടൊപ്പം നിന്ന് ചതിക്കുകയായിരുന്നു എന്നുള്ളതൊക്കെ. ഇനി ആ എപ്പിസോഡിനൊന്നും അധികം കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഉടനെ വരും. ഓക്കെ, താങ്ക്